ഇന്ന് ലോക്സഭയിൽ വലിയ ചർച്ചയും തർക്കവുമൊക്കെ നടക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ തുടർന്നാണ് ഈ തർക്കവും പ്രതിഷേധവും തമ്മിൽ ഇടയ്ക്ക് ലോക്സഭ നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത്. ഇന്ന് രാഹുൽ ഗാന്ധി അവിടെ ഉന്നയിച്ച ഒരു വിഷയം ചൈനയുടെ കടന്നുകയറ്റമാണ്. ലഡാക്കിൽ ചൈനയ്ക്ക് ഇന്ത്യ ഭൂമി നൽകി എന്ന് അദ്ദേഹം ആരോപിച്ചു. അതിന് അദ്ദേഹം ആധാരമാക്കുന്നത് മുൻ കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവനെയുടെ പുസ്തകത്തെക്കുറിച്ചാണ്. ആ പുസ്തകം പക്ഷേ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന ആ പുസ്തകം ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല എന്നത് ശരിയാണ്. പക്ഷേ അതേക്കുറിച്ച് കാരവൻ മാഗസിനിൽ ഒരു സ്റ്റോറി വരികയുണ്ടായി. അത് ഉദ്ധരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ ഭരണപക്ഷത്തെ വിമർശിച്ചത്. പക്ഷേ ആ വിമർശനത്തെ കേൾക്കാൻ ഭരണപക്ഷം തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തെ നിരന്തരം തടസ്സപ്പെടുത്തുകയും അമിത്ഷായും രാജ്നാഥ് സിംഗുമൊക്കെ നിരന്തരം തടസ്സപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടരാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു. തുടർന്നാണ് സഭ നിർത്തിവെക്കേണ്ടി വന്ന അവസ്ഥയിലേക്ക് എത്തിയത്. നരവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ റിട്ടയർ ആയതിനു ശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, യുദ്ധം ഒരു ബോളിവുഡ് സിനിമയല്ല, നയതന്ത്രമാണ് ഞാൻ ആദ്യം തിരഞ്ഞെടുക്കുക, അതിനുശേഷം യുദ്ധത്തിന് ഉത്തരവിട്ടാൽ അതിൽ പങ്കെടുക്കുകയും അതിന് നേതൃത്വം വഹിക്കുകയും ചെയ്യുമെന്ന്. അതായത് അദ്ദേഹം ഈ പറയുന്ന തീവ്ര ദേശീയതയോട് ഒപ്പം നിന്ന ഒരു മനുഷ്യനല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലും അതുമായി ബന്ധപ്പെട്ടുള്ള പല പരാമർശങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്രം ആ പുസ്തകത്തിന് ഇതുവരെ ഇറങ്ങാനുള്ള അനുമതി നൽകാത്തതും. അജിംസ്, ഈ പുസ്തകത്തിൽ ഒരുപാട് വരുന്ന 448 പേജുള്ള പെൻഗിൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ്. ആമസോണിൽ ആ പുസ്തകത്തിൻ്റെ ബുക്കിംഗ് വരെ ആരംഭിച്ചിരുന്നു. പക്ഷേ ആ പുസ്തകം ഇറക്കാൻ ഇതുവരെയും അനുമതി ലഭിച്ചിട്ടില്ല. പുസ്തകം നിരോധിക്കുന്നതിന് സമാനമാണല്ലോ ഒരു പുസ്തകം ഇറക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു പുസ്തകത്തിൻ്റെ കാര്യം, ആ പുസ്തകം രാഹുൽ ഗാന്ധി അവിടെ ഉന്നയിക്കുമ്പോൾ ഭരണപക്ഷത്തിന് എത്രത്തോളം അത് അസ്വാരസ്യം ഉണ്ടാക്കുന്നു? ആ പുസ്തകം ഇറങ്ങാത്തതിന് കാരണം പ്രതിരോധ മന്ത്രാലയം അതിന് അനുമതി കൊടുക്കാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ട് അനുമതി കൊടുക്കുന്നില്ല എന്നുള്ള വിശദീകരണം എം നരവനയ്ക്കോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊടുത്തിട്ടില്ല. ആമസോണിനാകട്ടെ അതിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചു, അവരതിൻ്റെ പ്രിൻറ്റിങ്ങും തുടങ്ങിയതാണ്. പക്ഷെ അത് ഇന്ത്യയിൽ വിതരണം ചെയ്യാൻ കഴിയില്ല. വേറെ എവിടെയെങ്കിലും വിൽക്കാൻ പറ്റുമെന്നും അറിയില്ല. ഇന്ത്യയിലായിരിക്കും എൻ്റെ പ്രധാനപ്പെട്ട മാർക്കറ്റും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എം നരവനെ ഒരിക്കലും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ വിമർശിച്ചുകൊണ്ടോ എല്ലാ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഗാൽവാൻ സംഘർഷം എന്ന് പറയപ്പെടുന്ന 2020 ഓഗസ്റ്റിലുണ്ടായ സംഭവം കോവിഡ് കാലത്തുണ്ടായതാണ്. 20 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചൊരു സംഭവമാണത്, ചൈനീസ് സൈന്യവുമായിട്ട് ഏറ്റുമുട്ടൽ. അപ്പോൾ അതേക്കുറിച്ചുള്ള യഥാർത്ഥമായൊരു വിവരണം അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ് അതിലുള്ളത്. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി, അപ്പോൾ ഈ പുസ്തകം ഇറങ്ങാത്തതിനെക്കുറിച്ചാണ് കാരവൻ മാഗസിൻ ആ ലേഖനം എഴുതിയിട്ടുള്ളത്. കാരവൻ മാത്രമല്ല, ഇതിനു മുമ്പ് മറ്റു പലരും ആ പുസ്തകത്തെക്കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട്. പ്രിൻ്റ് മുതൽ ഹിന്ദുസ്ഥാൻ ടൈംസ് മുതൽ പലരും ആ ലേഖനം എഴുതിയിട്ടുണ്ട്. പക്ഷേ കാരവൻ കുറേ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ആ പുസ്തകം വായിച്ചിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അസ്വസ്ഥരായി ഇതേക്കുറിച്ച് സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുന്നു? ലോക്സഭാ സ്പീക്കറിന് ആദ്യം മനസ്സിലായില്ല ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന്. രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു കൊടുക്കുമ്പോൾ എന്തായി പ്രശ്നം എന്ന് മനസ്സിലായില്ല. പക്ഷേ ഇവർ ക്രമപ്രശ്നം ഉന്നയിക്കുകയാണ്, അമിത്ഷായും രാജ്നാഥ് സിംഗും. ക്രമപ്രശ്നം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം റൂൾ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ഇത് തടയാൻ പറ്റുമൊന്നുമില്ല. അതായത് ഈ പുസ്തകം ഇറങ്ങിയിട്ടില്ലല്ലോ, പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തെ എങ്ങനെ കോട്ട് ചെയ്യും എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അത് ഏത് റൂൾ ബുക്കിൽ ഏത് നിയമപ്രകാരമാണെന്ന് പറയുന്നില്ല. പിന്നെ മാഗസിൻ കട്ടിങ്ങുകൾ, വാർത്താ ക്ലിപ്പിങ്ങുകൾ ഇത് വെച്ച് പ്രസംഗിക്കാൻ പറ്റില്ല, അങ്ങനെ റൂളില്ലല്ലോ, അങ്ങനെ ഒരു പ്രീസിഡൻസും ഇല്ല. അപ്പോൾ ഓം ബിർള കുറേ അധികം സമയം രാഹുൽ ഗാന്ധി പ്രതിരോധ മന്ത്രിയെക്കുറിച്ച് പറയുമ്പോൾ തടസ്സപ്പെടുന്നുണ്ട്. തടസ്സപ്പെടുത്ത അവസാനം സഭ നിർത്തിവെച്ച് പിന്നീട് അദ്ദേഹം ചെയറിൽ നിന്ന് പോയി പുതിയൊരാൾ വരികയാണ് ചെയ്തത്. അദ്ദേഹം ഇത് തന്നെ ചെയ്യുന്നു. രാഹുൽ ഗാന്ധി പക്ഷേ സ്റ്റബേണായിട്ട് നിന്നിട്ട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ പറയാൻ അനുവദിക്കുന്നില്ല, ബഹളം വയ്ക്കുന്നു, പക്ഷെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവസാനം സഭ തിങ്കളാഴ്ചത്തെ അടുത്ത 4 മണി വരെ നിർത്തിവെക്കുകയാണ് ചെയ്തത്. അല്ലല്ല, അതിനുശേഷം പിരിഞ്ഞു, സഭ പിരിയാണ് ചെയ്തന്നത്തേക്ക്. കാരണം രാഹുൽ ഗാന്ധി സംസാരിക്കാൻ അനുവദിച്ചില്ല. പക്ഷേ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ മിഷൻ വിജയിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പുസ്തകത്തിൽ ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും നിർണായകമായൊരു കാര്യം, ഇപ്പോൾ ഗാൽവൻ സംഘർഷത്തിൽ ആ സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത്, നമ്മുടെ അതിർത്തി ആരും ലംഘിച്ചിട്ടില്ല, നമ്മുടെ ഭൂമിയുടെ 1 ഇഞ്ചും ആരും പിടിച്ചടക്കിയിട്ടില്ല എന്നാണ്. അത് രാജ്യത്തോട് പറഞ്ഞാണ്. അത് ഓൺ റെക്കോർഡാണ്. ഇപ്പോഴും അതിൻ്റെ വീഡിയോ എല്ലായിടത്തും ലഭ്യമാണ്. ചൈന യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര വേദികളിൽ പ്രധാനമന്ത്രിയുടെ ഈ ഡയലോഗാണ് ഉപയോഗിച്ചത്. ഞങ്ങൾ കടന്നു കയറിയിട്ടില്ല, ഞങ്ങൾ അവിടെ ഒരു അതിർത്തി ലംഘിച്ചിട്ടില്ല, ഞങ്ങൾ ഇന്ത്യയുടെ ഒരു ഭൂമി പിടിച്ചെടുത്തിട്ടില്ല, പിന്നെന്താണ് പ്രശ്നം, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. അതിനുശേഷം വിദേശകാര്യ മന്ത്രാലയം ആ പ്രസ്താവന തിരുത്തി അങ്ങനെയല്ല, അവർ ഇൻകർഷൻ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അത് വിജയിച്ചില്ല. നയതന്ത്രപരമായി ഇന്ത്യക്കേറ്റ ആദ്യത്തെ തിരിച്ചടിയാണ് പ്രധാനമന്ത്രിയുടെ ആ പ്രസ്താവന. നാ കോയി
ഗുസാഹെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രസ്താവനയുണ്ട്. അപ്പോൾ അവിടെ ഒന്നാമത്തെ തിരിച്ച്. രണ്ടാമത്തെ കാര്യം, 20 ഇന്ത്യൻ സൈനികർ മരിച്ച സംഭവത്തിൽ അവിടെ ഈ 4 ഇന്ത്യൻ ടാങ്കുകളുടെ 4 ചൈനീസ് ടാങ്കുകൾ ഇന്ത്യയുടെ അതിർത്തി കടന്ന് LOC കടന്നു വരികയാണ്. ആ കടന്നു വരുന്ന വിവരം എന്ത് ചെയ്യുന്നു, നരവണെ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലെ ടോപ്പ് ബ്രാസിൽ അറിയിക്കുകയാണ്. പ്രതിരോധ മന്ത്രി അറിയിക്കുന്നു, അജിത് ഡോവലിനെ അറിയിക്കുന്നു, പ്രധാനമന്ത്രി അറിയിക്കുന്നു. അപ്പോൾ നരവനയ്ക്ക് ലഭിക്കേണ്ടത് ഫയറിങ്ങിനുള്ള ഓർഡറാണ്. അപ്പോൾ സാധാരണ രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ് പറയുമ്പോൾ പാകിസ്ഥാനെതിരെയുള്ള ആക്രമണങ്ങളാണെങ്കിൽ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു, ഞങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം കൊടുത്തെന്ന് പറയുമ്പോൾ എന്താണ്, ആ സ്വാതന്ത്ര്യം എങ്ങനെയാണ് ഒരു ഓപ്പറേഷൻ നടത്തേണ്ടതെന്നുള്ള ആസൂത്രണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷേ അതിർത്തി കടന്നൊരു ശത്രു വരുമ്പോൾ നമ്മൾ വെടിവെക്കണോ വേണ്ടേ, അത് വളരെ നിർണായകമായ തീരുമാനമാണ്. നമ്മൾ യുദ്ധത്തിലേക്ക് പോവുകയാണ്. ഒരു ചെറിയ ക്ലാഷ് ഉണ്ടാവുന്ന പോലെയോ അല്ലെങ്കിൽ ചെറിയ സ്കിർമിഷ് ഉണ്ടാവുന്ന പോലെയല്ല. നമ്മൾ ഈ ഇന്ത്യ ചൈന അതിർത്തിയിൽ ധാരാളം അത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, ഒരു യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഒരു യുദ്ധം തുടങ്ങണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് സൈന്യമല്ല, അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചാണ്. അന്ന് കോവിഡ് സമയമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥ പ്രശ്നമാണ്, അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ പ്രശ്നമാണ്. ഇത് തീരുമാനിക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ്. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തോട് ഇത് ചോദിക്കുമ്പോൾ, നരവനെ ചോദിക്കുമ്പോൾ മോദി കൊടുത്തൊരു മറുപടിയാണ് യഥാർത്ഥത്തിൽ ആ പുസ്തകത്തിന് ഹൈലൈറ്റ്. നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്യൂ. ഇത് പറയാനല്ലല്ലോ പ്രധാനമന്ത്രിയെ രാജ്യത്ത് 140 കോടി ജനങ്ങൾ വോട്ട് ചെയ്ത് അവിടെ ഇരുത്തിയിട്ടുള്ളത്. സൈന്യത്തിന് ഉചിതമായി ചെയ്യുക എന്നുള്ളതല്ല, സൈന്യമല്ല യുദ്ധം വേണമെന്ന് തീരുമാനിക്കേണ്ടത്. മുമ്പ് കാർഗിൽ യുദ്ധത്തിൻ്റെ സമയത്താണെങ്കിലും 72-ലെ ബംഗ്ലാദേശ് വിമോചനത്തിന് പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ സമയത്താണെങ്കിലും ഇന്ദിരാഗാന്ധി അടൽ ബിഹാരി വാജ്പേയിയാണ് യുദ്ധം വേണോ വേണ്ടതെന്ന് തീരുമാനിച്ചത്. യഥാർത്ഥത്തിൽ അത്തരം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു പ്രത്യേക കമ്മിറ്റിയുണ്ട്, പ്രധാനമന്ത്രി അധ്യക്ഷനായ ഒരു കമ്മിറ്റിയുണ്ട്. അവർ യോഗം ചേർന്നാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഒരു യോഗമേ ചേർന്നില്ല. പ്രധാനമന്ത്രി ചോദിക്കുമ്പോൾ പ്രധാനമന്ത്രി പറയാം നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളാൻ. അതായത് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ മനോജ് നരവണയ്ക്ക് പറയാം ആദ്യം നമ്മൾ വെടിവെക്കണം എന്ന് പറയാം, ആദ്യം നമ്മൾ വെടിവെച്ച് എന്താ സംഭവിക്കുക, പിന്നെ ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് ആരാ തീരുമാനം എടുക്കുന്നത്, കരസേനാ മേധാവി. അങ്ങനെയാണ് ഒരു കാര്യം തീരുമാനിക്കേണ്ടത് എന്നാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ ചൈനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി ഫോർ സ്റ്റഡി ചൈന എന്ന് പറയുന്നൊരു കമ്മിറ്റിയുണ്ട്. അതിൽ വിദേശകാര്യ സെക്രട്ടറി, അജിത് ഡോവൽ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഒക്കെ എല്ലാവരും ഉണ്ട്. പ്രധാനമന്ത്രി ഇതിലില്ല. അവരാണ് ഈ സംഘർഷം വിലയിരുത്തുന്നത്. അവർക്ക് യാതൊരു തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി പവറും ഇല്ല. അതൊരു വെറുതെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള കമ്മിറ്റിയാണ് ഇന്ത്യയെ സംബന്ധിച്ച്. അവരല്ല എന്ത് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. അപ്പോൾ വളരെ നിർണായകമായ സന്ദർഭത്തിൽ അതിർത്തി കടന്ന് നമ്മുടെ ഭൂമി കീഴടക്കി അവർ ടെൻറ്റ് കെട്ടിയ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് മറുപടിയില്ല, രാഷ്ട്രീയ നേതൃത്വത്തിന് മറുപടിയില്ല. എന്നിട്ട് ഈ 20 പേർ മരിച്ച ഈ സംഘർഷത്തിൽ നമ്മുടെ ഭൂമിയിൽ കടന്നു കയറിയ ചൈനീസ് സൈന്യം, ആ ചൈനീസ് സൈന്യത്തെ എങ്ങനെ തുരത്തി എന്നുള്ളത് പിന്നീട് ചർച്ചകളിലൂടെയൊക്കെ ആ പ്രശ്നം പരിഹരിച്ചെങ്ങനെയാണെന്ന് നമുക്കറിയാം. അതേക്കുറിച്ച് രാജ്യത്തോട് സത്യം പറയുന്നില്ല, എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മുടെ രാജ്യസുരക്ഷ എന്ന് പറയുന്നത് എത്രമാത്രം കോംപ്രമൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ചൂണ്ടിക്കാട്ടുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. കാരണം അതിന് തൊട്ടു മുമ്പ് തേജസ്വി സൂര്യ കോൺഗ്രസിനെതിരെ എന്തൊക്കെയോ ആരോപണം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ ദേശസ്നേഹത്തെ എന്തോ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പ്രശ്നം നടത്തി. അതിന് മറുപടിയായിട്ടാണ് രാഹുൽ ഗാന്ധി ഇത് സംസാരിക്കാൻ തുടങ്ങുന്നത്. രാഹുൽ ഗാന്ധി തന്നെ പറയുന്നുണ്ട് ഇത് ഞാൻ സംസാരിക്കാമെന്നതല്ല, എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ദേശീയത അതിൻ്റെ ഏറ്റവും വിജൃംഭിത രൂപം എടുത്ത് അണിയുകയും അലങ്കാരമായി അണിയുകയും അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമിസ്റ്റ് സ്വഭാവത്തിൽ അതിനെ പ്രസരിപ്പിച്ചുകൊണ്ട് വോട്ട് നേടുകയും ആ തീവ്ര ദേശീയതയോടൊപ്പം നിൽക്കാത്ത മുഴുവൻ ആളുകളെയും ദേശദ്രോഹികളായി ചിത്രീകരിക്കുകയും അതിനെ വിമർശിക്കുന്ന ആ തീവ്ര ദേശീയത വിമർശിക്കുന്ന മുഴുവൻ ആൾക്കാരെയും രാജ്യദ്രോഹികളാക്കുകയും ചെയ്യുന്ന, പ്രതിപക്ഷത്തെ തന്നെ രാജ്യദ്രോഹികളാക്കുന്ന ഒരു സർക്കാർ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ നോക്കുക. ഈ സർക്കാർ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 2019-24 ഈ ദേശസുരക്ഷ അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്ര ദേശീയത വിറ്റാണ് വോട്ട് നേടിക്കൊണ്ടിരുന്നത്. സൈന്യത്തിൻ്റെ പേരിൽ വോട്ട് ചോദിച്ചൊരു പ്രധാനമന്ത്രിയാണിത്. ബാലാക്കോട്ട് അറ്റാക്കിൻ്റെ പേരിലും ഉറി അറ്റാക്കിൻ്റെ പേരിലുമൊക്കെ നിങ്ങൾ സൈന്യത്തിന് വേണ്ടി എനിക്ക് വോട്ട് ചെയ്യൂ, ബീഹാറിലെ രക്തസാക്ഷികളായ സൈനികർക്ക് വേണ്ടി എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പരസ്യമായിട്ട് പ്രസംഗിച്ച ഒരു പ്രധാനമന്ത്രിക്ക് വളരെ നിർണായകമായൊരു സന്ദർഭത്തിൽ, നമ്മുടെ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായകമായൊരു സന്ദർഭത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ദേശസുരക്ഷയെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് നമുക്കുള്ളതെന്നുള്ള കൃത്യമായി ചൂണ്ടിക്കാട്ടാൻ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തെ മുഴുവനായി പ്രസംഗിക്കാൻ അനുവദിച്ചെങ്കിൽ പോലും അദ്ദേഹം സംസാരിക്കാൻ ഉദ്ദേശിച്ച കാര്യം ഇന്നും രാജ്യം മുഴുവൻ ചർച്ചയാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ പഹൽഗാമിന് ശേഷം പാകിസ്ഥാൻ ആക്രമിച്ച കേസിലാണെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന ഗാൽവാൻ സംഘർഷത്തിൻ്റെ കേസിലാണെങ്കിലും ഒന്നും കൃത്യമായി രാജ്യത്തെ ജനങ്ങളോട് വിവരിക്കാൻ കഴിയാതിരിക്കുകയാണ് ശരിക്കും മോദി സർക്കാരിനുള്ളത്. അപ്പം പ്രതിപക്ഷം ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്.
അല്ല, ഒരു കാര്യമുള്ളത്, അതിപ്പോൾ ഈ രാഹുൽ ഗാന്ധി ചൈനയുടെ വിഷയത്തിൽ ലോക്സഭയിൽ വലിയ ബഹളം ഉണ്ടാക്കുകയും അത് ലോക്സഭയെ തീപിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ആകമാനം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ പാർലമെൻറ്റിലെ പെർഫോമൻസ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റി. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു. നമ്മുടെ രാജ്യത്ത് ചൈനീസ് അധിനിവേശം നടക്കുന്നു. 75-ന് ശേഷം ആദ്യമായി മോദി വന്നപ്പോഴാണ് ചൈന ഇങ്ങോട്ട് കടന്നു കയറിയത്. അപ്പോഴാണ് ഗാൽവാനി പ്രശ്നം ഉണ്ടായത്, 20 പേർ നഷ്ടപ്പെട്ടത്. അതിന് മുമ്പ് ചൈനയുമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന പോലുള്ള കാര്യം ഇവിടെ ആരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. BJPയുടെ ഒരു MP തന്നെ പറഞ്ഞിട്ടുണ്ട് 50 കിലോമീറ്റർ ചുറ്റളവ് നമ്മുടെ അവരെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അവരവിടെ ട്രെഞ്ച് ഉണ്ടാക്കുന്നു, അവരവിടെ റഡാറുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ചൈന അതിർത്തിയിൽ അതിർത്തി മര്യാദ ലംഘിച്ചുകൊണ്ട് ഗ്രാമം തന്നെ ഉണ്ടാക്കിയതിൻ്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആർക്കവിടെ പ്രശ്നം ഉണ്ടായത്? ഇന്ത്യൻ ദേശീയതയുടെ ഈ ദേശസുരക്ഷാ ബോധം അങ്ങോട്ട് വിജൃംഭിതമായി ഉയർന്നു വരുന്ന നമ്മൾ കണ്ടോ? ഇല്ല. ഇന്ത്യയുടെ അതിദേശീയ വികാരം, ഞാൻ ദേശീയതയെക്കുറിച്ചല്ല പറയുന്നത്, ഇന്ത്യയിൽ ഇപ്പോൾ വോട്ടായി നിരന്തരം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന, മാറ്റിപ്പടുന്നുകൊണ്ടിരിക്കപ്പെടുന്ന ഈ അതിദേശീയ വികാരം എന്ന് പറയുന്നത് ചില ഒരു ആഭ്യന്തര അവർ കാണുന്ന അവരുടെ ആഭ്യന്തര ശത്രുക്കളുള്ള വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒന്നാണ്. അപ്പോൾ അത് വരണമെങ്കിൽ ഒന്നുകിൽ അപ്പുറത്ത് പാകിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ്. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന അതിർത്തി സുരക്ഷാ പ്രശ്നം, ബംഗ്ലാദേശിൽ നിന്ന് ഒഴിഞ്ഞു കയറി വരുന്ന മുസ്ലിങ്ങൾ, അപ്പോൾ മാത്രം ആവേശഭരിതമാകുന്ന അതിദേശീയതയിലാണ് ഇന്ത്യ മോദി അടക്കമുള്ള ആൾക്കാർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചൈനീസ് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് നമ്മുടെ അരുണാചൽ പ്രദേശ് എടുക്കാൻ പരിപാടി നടക്കുന്നത് കേൾക്കുമ്പോൾ അവർക്ക് അങ്ങനെ വലിയൊരു സംഗതി ഫീൽ ചെയ്യുന്നില്ല. അവിടെ രാഹുൽ ഗാന്ധി പറയുന്നതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്താണെന്നുള്ള ക്വസ്റ്റൻ അവിടെയുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പാകിസ്ഥാനിൽ നിന്ന് ഒരു പ്രാവ് വന്നു നടക്കമുള്ള സംഗതിയിൽ ഇന്ത്യയിൽ വലിയ വാർത്തയായിരുന്നു. ചാരപ്രാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗാൽവാനിലും ഈ പറയുന്ന ഡോക്ലാമിലും എല്ലാം ഉണ്ടായ സംഭവങ്ങൾ, 2017-ലും 20-ലും ഉണ്ടായ സംഭവങ്ങൾ, അതിനെ ചൊല്ലി ഉണ്ടായിട്ടുള്ള സെക്യൂരിറ്റി ലാപ്സും അല്ലെങ്കിൽ സർക്കാർ സ്വീകരിച്ച സമീപനങ്ങളും ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് പോലും വലിയ കനപ്പെട്ട വാർത്തയോ ചർച്ചയോ നേഷൻ വാണ്ട്സ് ടു നോ പോലുള്ള ക്വസ്റ്റ്യൻസൊന്നും നമ്മളിവിടെയും കാണുന്നില്ലല്ലോ. പക്ഷേ ആ പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. അതായത് 75-ന് ശേഷം അല്ലെങ്കിൽ 60s-ന് ശേഷം ഒരുപക്ഷെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ അതിക്രമങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്ന് നടക്കുന്ന സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ കിടങ്ങുകൾ ഉണ്ടാക്കുന്നു, അവിടെ റഡാറുകൾ സ്ഥാപിക്കുന്നു, കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, താൽക്കാലിക ഗ്രാമങ്ങൾ ഉണ്ടാക്കുന്നു, ടെൻറ്റുകൾ അടിച്ച് അവരുടെ ചൈനീസ് പട്ടാളം കടന്നു കയറി വരുന്നു. എന്ന് മാത്രമല്ല, അരുണാചൽ പ്രദേശ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള നയത്തെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോഴും ചൈന നിൽക്കുകയും ചെയ്യുന്നു. നമുക്കതിനകത്തൊന്നും പറയാനില്ലേ? നമ്മളൊന്നും ചെയ്യേണ്ട. ഒരു യുദ്ധം ചൈനയുമായിട്ട് തുടങ്ങാൻ ഇറ്റ്സ് നോട്ട് ഈസി. നമ്മളെക്കാൾ ദുർബലരായിട്ടുള്ള ഒരു രാജ്യമായിട്ട് വാർ ഓപ്പൺ ചെയ്യുന്ന പോലെ, ഒരു മോഡറേറ്റ് വാർ ഓപ്പൺ ചെയ്യുന്ന പോലെ അല്ല ചൈനയായിട്ട് ചെയ്യാൻ പോയാൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കുക. കാരണം ചൈന ഇന്ത്യക്കാൾ വലിയ മിലിറ്ററി പവറാണ്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയാണ് ചൈന. ഇന്ത്യയും തമ്മിലൊരു സംഘർഷം ഉണ്ടായാൽ ഇന്ത്യക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവും. ചൈനയ്ക്കും ഓഫ് കോഴ്സ് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമുക്ക് അത് ഓപ്പൺ ചെയ്യുക അത്ര ഈസിയായ കാര്യമല്ല. പക്ഷേ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കണ്ടേ? ഈ മറ്റ് പല രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഭീഷണികളെക്കുറിച്ച് ഉറക്കെ സംസാരിക്കുന്നു. നല്ല കാര്യം. ചൈനയ്ക്ക് വിട്ടുകൊടുക്കില്ല ഒരു തരി മണ്ണ് എന്ന് പറയണ്ടേ? ചൈനയുടെ പേര് ഈ പ്രധാനമന്ത്രി സംസാരിക്കുന്ന നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ടോ? സംസാരിച്ചിട്ടില്ല. ചൈനയോട് കടന്നു വന്നാൽ വിവരമറിയും, ഇവിടെ ഒരു സർക്കാരുണ്ട്, കോൺഗ്രസ് അല്ല ഭരിക്കുന്നത്, ഞാനാണ്, നിങ്ങൾ വിവരം അറിയും എന്ന് പോലെയുള്ള ഈ ഘടാഘടിയൻ സിനിമ ഡയലോഗുകൾ എപ്പോഴെങ്കിലും ഷീ ജിൻപിങ്ങിൻ്റെ പേര് പറഞ്ഞ് അപ്പുറത്തെ പ്രധാനമന്ത്രിയുടെ പേരൊക്കെ വിളിച്ചു, അപ്പുറത്തെ പ്രധാനമന്ത്രിയുടെ പേരൊക്കെ വിളിച്ചു പറഞ്ഞ പോലെ അത് പറയുന്ന പോലെ ഇതും പറയണ്ടേ? അപ്പോൾ രാജ്യസുരക്ഷ എന്ന് പറയുന്നത് ചില പ്രത്യേക കാര്യങ്ങളെ ചൊല്ലി പറയാനും ചില പ്രത്യേക നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള സംഗതിയായിട്ടല്ല ആണോ ഇവർ കാണുന്നത്? അതോ ഇൻ ടോട്ടൽ രാജ്യത്തിൻ്റെ സുരക്ഷ അവർക്ക് പ്രധാനപ്പെട്ട ഘടകമാണോ? ആണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ബാധ്യതയുണ്ട്. അതിലവർ പെടും. രാഹുൽ ഗാന്ധി ഉറക്കെ ആ ചോദ്യം ചോദിച്ചാൽ പറയാൻ അവരുടെ കയ്യിൽ ഉത്തരമില്ല എന്ന് പറയുന്ന പ്രശ്നം അവിടെ ഉണ്ട്. ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാനുള്ള മടി കൊണ്ടാണ് അവർ ഈ സഭ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതിനവർക്ക് സ്പീക്കറുടെ പിന്തുണയും കിട്ടുന്നുണ്ടാവും. ഒരു കാര്യം സമ്മതിക്കണം, രാഹുൽ ഗാന്ധി എത്ര കാലമായി അയാളൊരു കോൺസ്റ്റൻ്റായിട്ട് അതിനകത്ത് നിൽക്കുകയാണ്. ചൈനയിൽ നിന്നും പ്രശ്നമുണ്ട്, ചൈന ഇൻവേഡ് ചെയ്യുന്നുണ്ട്, ചൈന നമ്മുടെ ഭൂമി എടുക്കുന്നുണ്ട്, അതിനെതിരെ നമുക്ക് കൃത്യമായ സമീപനം വേണമെന്ന് ഇന്ത്യയിൽ ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹം. മറ്റുള്ളവരൊക്കെ അത് പറയുമ്പോൾ രാഷ്ട്ര സുരക്ഷ, സർക്കാർ വിരുദ്ധതയൊക്കെ ആയിട്ട് ചാപ്പൂത്തുന്നുള്ള പേടിയുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറും എന്ന് നമുക്ക് വിചാരിക്കാം. മാറേണ്ട വിഷയവുമാണ്.